നല്ല നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്കേർസിറ്റി എന്ന വിഷയമാണ്. നിങ്ങളുടെ സിലബസിലും അങ്ങനെ തന്നെയാണ് സിലബസിലും കൊടുത്തിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടൊരു തീരുമാനമെടുക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ്. സ്കേർസിറ്റി എന്ന വാക്ക് പലപ്പോഴായിട്ട് നമ്മൾ നമ്മുടെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിൽ കടന്നു വന്നിട്ടുള്ളതാണ്. സ്കേർസിറ്റി സാധനങ്ങളുടെ ദൗർലഭ്യത്തെയാണ് സ്കേർസിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തീരുമാനമെടുക്കാം എന്നതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സ്കേർസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിലൂടെ നമ്മൾ കാണുവാൻ പോവുകയാണ്. നമ്മൾ ഇതിന് രണ്ട് ടൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ ഉള്ള വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് ടൂൾസ് ആണ്. ഒന്ന് PPC എന്ന് പറയുന്ന കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. രണ്ട് ഇൻഡിഫറൻസ് കർവ്, തൊട്ട് മുമ്പ് ഉള്ള വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്? ഇറ്റ് ഇസ് എ കർവ് വിച്ച് ഷോസ് പ്രൊഡക്ഷന്റെ ചാൻസസ് അല്ലേ, പ്രൊഡക്ഷന്റെ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് കാണിക്കുന്ന കർവാണ് അല്ലെ. രാജ്യത്തിന്റെ അകത്തെ ഉൽപാദനത്തിന്റെ അളവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അല്ലെങ്കിൽ കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നേരെ മറിച്ച് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷോസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് പ്രൊവൈഡ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഫോർ ദ കൺസ്യൂമർ അല്ലേ. കൺസ്യൂമറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷന്റെ അളവിനെ കാണിക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പം നമുക്കറിയാം PPC കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, PPC കർവിന്റെ ഷേപ്പ് കോൺകേവും ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സുമാണ്. ഓക്കെ, നമ്മളപ്പം ആ ഡയഗ്രത്തിലൂടെ കടന്നു പോകാം. അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡയഗ്രാം. ഇനിയും ഈ ഡയഗ്രത്തിൽ എന്താണ് ഞാൻ കാണിച്ചിട്ടുള്ളതെന്നത് ആമുഖമായിട്ട് പറയണം. ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ്. അപ്പോൾ രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ കുറിച്ചിട്ടാണ് ഓരോ ആക്സിസിലും നമ്മൾ പ്രധാനമായിട്ടും കാണുവാനായിട്ട് പോകുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ കോൺകേവ് ഷേപ്ഡ് കർവാണ്. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിങ്ങളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഞാൻ ഒന്നുകൂടെ ഡ്രോ ചെയ്യാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഷേപ്ഡ് ആയിട്ടുള്ള ഇതാണ് നിങ്ങളുടെ PPC എന്നറിയപ്പെടുന്ന കർവ്. നമ്മൾ അതിന്റെ പ്രത്യേകതകളൊക്കെ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ്? ഇറ്റ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. ഇറ്റ് ഷോസ് ദ വേരിയസ് പ്രൊഡക്ഷൻ ഓൾട്ടർനേറ്റീവ്സ് അല്ലേ. രണ്ട് ഗുഡ് ഒരു രാജ്യത്തിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വ്യത്യസ്ത ഗുഡ്സിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ അത്രയേ ആ രാജ്യത്തിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. PPC കർവിന്റെ അകത്തുള്ള ഈ ഏരിയയെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുള്ളത്? ഈ ഏരിയ നമ്മൾ വിളിച്ച പദം എന്തായിരുന്നു? ഫീസിബിൾ സെറ്റ് അല്ലെങ്കിൽ ഫീസിബിൾ ഫ്രോണ്ടിയർ എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ അതിനെ അർത്ഥമാക്കിയത് അല്ലെ. പോസിബിൾ ആയിട്ടുള്ള രാജ്യത്തിന്റെ അകത്ത് ഉൽപാദനത്തിന്റെ അളവിനെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഈ ഫീസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഏരിയ. ഞാനിപ്പോ നെറ്റ് ഷേപ്ഡ് നെറ്റ് വരച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഇത് PPC കർവിന്റെ അകത്തെ ഉള്ള സാഹചര്യങ്ങൾ മാത്രമേ രാജ്യത്തിന്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മറിച്ച് ഈ PPC കർവിന് പുറത്ത് ഇങ്ങനെ ഒരു പോയിന്റ്, ഞാനൊരു ഡോട്ട് ഇട്ടേക്കുന്ന ഈ പോയിന്റിൽ നമുക്ക് G എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സാഹചര്യമുണ്ടോ? ഇല്ല ഇല്ലേ. രാജ്യത്തിന്റെ പ്രൊഡക്ഷന്റെ പോസിബിലിറ്റി അതിന് പുറത്താണ്. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ രാജ്യം അതുപോലെ വികസനം പ്രാപിച്ചെങ്കിൽ മാത്രമേ, പുതിയൊരു ടെക്നോളജിയൊക്കെ വന്നെങ്കിൽ മാത്രമേ അതിന് പുറത്തുള്ള സാഹചര്യം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അകത്ത് നിന്ന് മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ PPC കർവിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഗ്രാഫിന്റെ ആ ലൈനിൽ മാത്രമേ നമുക്ക് ഉൽപാദനം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിച്ചിരുന്നത്? ഫീസിബിൾ ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഫീസിബിൾ സെറ്റ് എന്ന പേരിൽ നമ്മൾ ഓൾറെഡി അതൊക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ PPC കർവ് എന്ന് പറയുന്ന ആശയം നമ്മളിവിടെ കണ്ടു. ഇനിയും നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്. ഇൻഡിഫറൻസ് കർവ് നമുക്കറിയാം, ഇത് ഒരു ഇൻഡിഫറൻസ് കർവ് ആണ് അല്ലേ.
ഇതൊരു ഇൻഡിഫറൻസ് കർവാണ്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവാണ്, ഇൻഡിഫറൻസ് കർവാണ്. ഇൻഡിഫറൻസ് കർവ് ഞാൻ 4 ഇൻഡിഫറൻസ് കർവ് മാർക്ക് ചെയ്തു. IC1 ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് ഇതാണ് IC1, പിന്നീട് 2 IC2, ഇത് IC3, IC4 എന്ന രീതിയിൽ 4 ഇൻഡിഫറൻസ് കർവ് വരച്ചു. ഏറ്റവും സന്തോഷം തരുന്ന ഇൻഡിഫറൻസ് കർവ് ഏതാണ്? ഏറ്റവും സന്തോഷം തരുന്നത് IC4 ആണ് അല്ലേ? IC4 ആണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി ഓർമ്മയില്ലേ? നമ്മൾ പ്രോപ്പർട്ടിക്കകത്ത് പറഞ്ഞത് എന്തായിരുന്നു? ഹയർ ഇൻഡിഫറൻസ് കർവ് പ്രൊവൈഡ്സ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇൻഡിഫറൻസ് കർവ് ഉയരും തോറും സംതൃപ്തിയുടെ അളവ് കൂടുതലാണ്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഏത് ഇൻഡിഫറൻസ് കർവാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യം? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയും, സാറേ ഞങ്ങൾക്ക് IC4 ആണ് താല്പര്യം. കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അവിടെയാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? IC3 ആണ് അല്ലേ? കാരണം അതിനേക്കാൾ തൊട്ട് കുറവ് സന്തോഷം കിട്ടുന്നതാണ് IC3. അതിനേക്കാൾ കുറവാണ് IC2, അതിനേക്കാൾ കുറവാണ് IC1 അല്ലേ? അപ്പം നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ ഏതേ തിരഞ്ഞെടുക്കത്തുള്ളൂ? IC4 പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ, IC4 ഞാൻ തിരഞ്ഞെടുത്താൽ എന്താ പ്രശ്നം? IC4 തിരഞ്ഞെടുത്താൽ അത് PPCക്ക് പുറത്താണ്. നിങ്ങളുടെ PPC ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതാണ് നിങ്ങളുടെ PPC എന്ന് പറയുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന ഇതാണ്. IC4ന് നമ്മുടെ PPC ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലല്ലേ? PPCയുടെ പുറത്താണ്. PPCയുടെ പുറത്തുള്ളൊരു സാധ്യത നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല എന്നതാണ്. കാരണം അത് ഫീസിബിൾ സെറ്റ് അല്ല, ഫീസിബിൾ ഫ്രോണ്ടിയർ അല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിയപ്പോൾ എന്തേ? IC3 എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? അതിന് തൊട്ട് താഴെയുള്ളതാണ് നിങ്ങളുടെ IC3. IC3യുടെ പ്രത്യേകത എന്താ? അതെവിടെയാണ് മുട്ടി നിൽക്കുന്നത്? IC3യുടെ പ്രത്യേകത എന്ന് പറയുന്നത്, IC3 ഏത് പോയിന്റിലാണ്? E എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് മുട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. IC3 അല്ലേ? നിങ്ങളുടെ PPCയെ മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പൊ അത് സാധ്യമാണല്ലേ? കാരണം നമ്മൾ പഠിച്ചത് ഫീസിബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PPCയും അതിന് താഴെയുള്ളതാണ് ഫീസിബിൾ. ഓക്കെ, IC2 ആണെങ്കിലോ? IC2വും പറ്റും അല്ലേ? കാരണം അതിന്റെ 2 എൻഡ് D എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടാൽ നമുക്കറിയാം PPC കർവിലാണ്. ബാക്കി അതിന്റെ ഏരിയകളെല്ലാം അതിന്റെ അകത്ത് തന്നെയാണ്, PPC കർവിന്റെ അകത്താണ്. IC1 പറ്റും, അതും പറ്റും. കാരണം അത് PPC കർവിന്റെ അകത്തുള്ള കർവാണ് അല്ലേ? അപ്പൊ അതെല്ലാം സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് പറ്റാത്ത ഏതാണ്? IC4 നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഏതായിരിക്കും? IC1 സാധിക്കും, IC2 സാധിക്കും, IC3 സാധിക്കും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഏത് തിരഞ്ഞെടുക്കും? IC3 ആണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാ? IC1നേക്കാൾ IC2നേക്കാൾ കൂടുതൽ സന്തോഷം തരുന്ന ഏതാണ്? IC3 ആയതുകൊണ്ട് IC3 തിരഞ്ഞെടുക്കും. അത് സാധ്യമായ പോയിന്റ് ആണോ? ആണ് അല്ലേ? കാരണം എന്താ? അത് PPC കർവിനെ മുട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് തീരുമാനമാണ്, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ, എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം എപ്രകാരമാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തീരുമാനം എടുക്കുന്നത് നമ്മൾ PPC കർവും ഇതാണ് നിങ്ങളുടെ PPC കർവും ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് ഹയസ്റ്റ് IC4 ആയിരുന്നു. ഹയസ്റ്റ് പോസിബിൾ സാധ്യമായിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ഏതായിരുന്നു? IC3യും കൂടെ മുട്ടുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അതാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന്. നമ്മുടെ ഈ ഡയഗ്രത്തിൽ ഏതാണ് പോയിന്റ്? E ആണ്. പോയിന്റ് Eക്ക് നേരെയുള്ള X സാധനങ്ങൾ നിങ്ങൾ വാങ്ങും. പോയിന്റ് Eക്ക് നേരെയുള്ള Xും Yയും കമ്മോഡിറ്റീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ഡിസിഷൻ മേക്കിംഗ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ, ഡിസിഷൻ ഈസ് മെയ്ഡ് അറ്റ് ദ പോയിന്റ് വേർ ദ PPC കർവ് ഇന്റർസെക്ട്സ് വിത്ത് ഏതാണ്? ദ ഇൻഡിഫറൻസ് കർവ്, ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ ഡയഗ്രത്തിൽ PPC കർവ് മീറ്റ് ചെയ്യുന്നത് ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് IC3 ആണ്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് E ആണ്. Eക്ക് നേരെയുള്ള കോമ്പിനേഷനുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Eക്ക് നേരെയുള്ള X ആക്സിസിലെ കോമ്പിനേഷൻ ഇതാണ്, Y ആക്സിസിലെ കോമ്പിനേഷൻ ഇതാണ്. ഇതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സാഹചര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഗ്രാഫിലെ റെപ്രസെന്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് PPC എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഫീസിബിൾ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡിസിഷൻ മേക്കിംഗ് ടേക്സ് പ്ലേസ്, ഞാൻ അതിന് ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്, ദസ് ഡിസിഷൻ മേക്കിംഗ് takes into consideration both the PPC and indifference curve. PPC and indifference curve, the point where the highest indifference curve, possible ആയിട്ടുള്ള highest indifference curve meets the PPC represents the decision making under scarcity. Very important ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതാണ് നിങ്ങളുടെ ഗ്രാഫെങ്കിൽ, ഓക്കെ, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഗ്രാഫ് ഇതാണ് എങ്കിൽ, നിങ്ങളുടെ PPC കർവ് ഇതാണ് എങ്കിൽ, നിങ്ങളുടെ ഇൻഡിഫറൻസ് കർവ് ഇതാണ് എങ്കിൽ, ഏത് പോയിന്റ് ആണോ, ദിസ് ഇസ് ദ ഇൻഡിഫറൻസ് കർവ്, ദിസ് ഇസ് ദി PPC, ഇതാണ് നിങ്ങളുടെ PPC, ഓക്കെ, ഏത് പോയിന്റിലാണോ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്, നമ്മുടെ ഗ്രാഫിൽ ഏതായിരുന്നു, E എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഇൻഡിഫറൻസ് കർവും PPCയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിന്റെ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് ഈസ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ റെപ്രസെന്റ് ചെയ്യാണ്. ഇതാണ് നിങ്ങളുടെ PPC കർവ്, ദിസ് ഇസ് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ ഡയഗ്രത്തിൽ അത് IC3 ആണ്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈസ് E എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇക്ക് നേരെയുള്ള അളവുകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ദിസ് ഇസ് ദി ക്വാണ്ടിറ്റി ഓഫ് എക്സ്, ദിസ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് വൈ. ദിസ് ഇസ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് അണ്ടർ സ്കേസിറ്റി. അപ്പോൾ അതൊരു നല്ലൊരു ചോദ്യമാണ്. എങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് വരാം എന്നുള്ളത് നല്ലൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. അപ്പം വായിക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക. സ്ലൈഡിൽ നിന്നുള്ള ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഇല്ലാതെ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും മാർക്ക് ഉണ്ടാവില്ല. ഡയഗ്രാമും അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടാവണം. താങ്ക് യു.